2029 പ്രധാനമന്ത്രിയെ കോൺഗ്രസ് ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? KC വേണുഗോപാൽ പറയുകയാണ് 2029 പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകുമത്രേ. അദ്ദേഹം പറയുകയാണ്, എഴുതി വെച്ചോളൂ, 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അയ്യോ KCG, എഴുതി വെക്കണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് പോരാലോ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒന്ന് പേടിച്ചു പോകും. ഇനി ഞങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ലേ? KCG, ജനങ്ങൾ തീരുമാനിക്കേണ്ടതില്ലേ? അതോ കോൺഗ്രസ് ഓഫീസിൽ തന്നെ 2029 ഫലം എഴുതി വെച്ചോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും ഒന്ന് അറിയിക്കണം. 2029 മന്ത്രിസഭയുടെ ലിസ്റ്റും ഒന്ന് ഇറക്കിക്കൊള്ളൂ. ആരൊക്കെ മന്ത്രി, ആരൊക്കെ സഹമന്ത്രി, ആരൊക്കെ എന്ത് വകുപ്പ് എല്ലാം മുൻകൂട്ടി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്കും സൗകര്യമാണ്. കാരണം KC വേണുഗോപാൽ പറയുന്നത് കേട്ടാൽ തോന്നും ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ച ഫലം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന സ്വപ്നം കാണുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ സ്വപ്നം കാണുന്നതും സ്വപ്നം ഉറപ്പായ ഫലമായി പ്രഖ്യാപിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 2029 എന്ത് സംഭവിക്കുമെന്ന് 2026 തന്നെ എഴുതി വെക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രവചനമാണോ, ജ്യോതിഷമാണോ, അതോ കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തം എക്സിറ്റ് പോളാണോ? അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള സ്വപ്നം കോൺഗ്രസ് പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. സ്വപ്നം കാണട്ടെ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യം. പ്രധാനമന്ത്രിയാകാനുള്ള സ്വപ്നം നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രിയാകാനുള്ള നിലവാരവും ഉത്തരവാദിത്തവും രാഷ്ട്രീയ പക്വതയും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ KC? അതോ അതിന്റെ സിലബസ് ഇനിയും തയ്യാറായിട്ടില്ലേ? കാരണം പ്രധാനമന്ത്രി എന്നത് വെറുമൊരു കസേരയല്ല, രാജ്യത്തെ പ്രതിനിധീകരിക്കേണ്ട പദവിയാണ്. ലോകരാജ്യങ്ങളുമായി ബന്ധം കൈകാര്യം ചെയ്യേണ്ട പദവിയാണ്. ഇന്ത്യയുടെ വിദേശ നയം, സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, നയതന്ത്രം ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും വിലയുണ്ട്. മറ്റൊരു രാജ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തി നടത്തുന്ന പരാമർശങ്ങളായാലും അന്താരാഷ്ട്ര വിഷയങ്ങളിലെ പ്രതികരണങ്ങളായാലും എല്ലാം വളരെ സൂക്ഷിച്ചായിരിക്കണം. അത് തന്നെയാണ് ചോദ്യം. പ്രധാനമന്ത്രി ആകാനുള്ള സ്വപ്നം കാണുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പദത്തിന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത ഉണ്ടാക്കേണ്ടതില്ലേ? KCG, അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, എഴുതി വെച്ചോളൂ. ശരി, ഞങ്ങൾ എഴുതി വെക്കാം. പക്ഷേ അതിന്റെ അടുത്ത വരി കൂടി എഴുതാം. പ്രധാനമന്ത്രിയാകാൻ ആദ്യം ജനങ്ങളുടെ വിശ്വാസം നേടണം, രാജ്യത്തിന്റെ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് വേണം, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പക്വത വേണം, വാക്കുകൾ പറയുമ്പോൾ ഉത്തരവാദിത്തം വേണം. ഇതൊക്കെ കൂടി സിലബസിൽ ഉണ്ടാകുമോ KCG? അതോ 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന ഒറ്റ അധ്യായം മാത്രം പഠിച്ചാൽ മതിയോ? ഇനി വരാം വന്ദേ മാതരം വിഷയത്തിലേക്ക്. ഇപ്പോൾ KC വേണുഗോപാൽ പറയുകയാണ്, ഞങ്ങൾ വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നവരാണ്. അത് കേട്ടപ്പോൾ വീണ്ടും ചോദ്യം. KC വേണുഗോപാൽ, അത് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കണോ? കാരണം വന്ദേ മാതരം സംബന്ധിച്ച് കോൺഗ്രസ് ആസ്ഥാനത്തുണ്ടായ സംഭവത്തെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് ഭാഗത്ത് നിന്ന് അത് ആശയവിനിമയത്തിലെ പ്രശ്നമാണെന്നും ഗാനത്തിന്റെ പൂർണ്ണ രൂപം ആലപിച്ചെന്നും വിശദീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മതിയോ? നിങ്ങളുടെ പാർട്ടിയുടെ പ്രവൃത്തിയിലും അതേ ബഹുമാനം കാണേണ്ടതില്ലേ? നിങ്ങൾ ഇന്ന് പറയുന്നു വന്ദേ മാതരം ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, വൈകാരികമാണ്. അത് നല്ല വാക്കാണ്, വളരെ നല്ല വാക്കാണ്. പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ചെറിയ അകലം വന്നാൽ ജനങ്ങൾ ചോദ്യം ചെയ്യില്ലേ? ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ KCG. വേദിയിൽ എന്ത് പറഞ്ഞാലും കൈയടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ വീഡിയോ കാണും, സംഭവം കാണും, പിന്നെ ചോദിക്കും, സാർ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതല്ലേ? അപ്പോൾ പറയുക, അത് ആശയവിനിമയ പ്രശ്നമായിരുന്നു. അയ്യോ, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എല്ലാത്തിനും ഒരു പുതിയ പേര് കിട്ടിയിട്ടുണ്ട്. തെറ്റ് പറ്റിയാൽ ആശയവിനിമയ പ്രശ്നം വന്നാൽ തെറ്റിദ്ധാരണ, വിമർശനം വന്നാൽ രാഷ്ട്രീയ പ്രേരിത ആരോപണം. അടുത്ത തവണ മൈക്ക് ഓഫ് ആയാലും പറയാം ഇത് ശബ്ദ ആശയവിനിമയത്തിലെ ചെറിയ സാങ്കേതിക പ്രശ്നമായിരുന്നു. പക്ഷേ സത്യത്തിൽ ഒരു കാര്യം പറയാം, വന്ദേ മാതരം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, കോൺഗ്രസിൻ്റെതുമല്ല, BJPയുടേതുമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടേതുമല്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അതുകൊണ്ട് തന്നെ വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം തന്നെ രാഷ്ട്രീയമായി അല്പം വിചിത്രമല്ലേ? കാരണം അത് പറയേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് സംശയം തോന്നിയത് കൊണ്ടല്ലേ?
അല്ലേ? അപ്പോൾ ആദ്യം സംശയമുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുക, പിന്നെ വിശദീകരണവുമായി വരേണ്ടി വരിക. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്വപ്നത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. KC വേണുഗോപാൽ പറയുന്നു 2029 വരെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, 2029. ഇനി രാവിലെ എഴുന്നേറ്റാലും 2029, ഉച്ചയ്ക്കും ഭക്ഷണം കിട്ടിയാലും 2029, രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാഹുൽ ഗാന്ധി 2029. ഇത്രയും വർഷം മുന്നോട്ട് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2029 പോകുന്നതിന് മുമ്പ് 2026 എന്താണ് ചെയ്യുന്നത്? ജനങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണ്? തൊഴിൽ, വിലക്കയറ്റം, വികസനം, സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെയല്ലേ രാജ്യത്തിന്റെ യഥാർത്ഥ വിഷയങ്ങൾ? അതോ എല്ലാം മാറ്റിവെച്ച് 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന ഒറ്റ അജണ്ടയാണോ രാഷ്ട്രീയത്തിൽ? സ്വപ്നം വേണം, പക്ഷേ സ്വപ്നത്തിനൊപ്പം പ്രവർത്തനവും വേണം. പ്രഖ്യാപനം മാത്രം പോരാ, വിശ്വാസ്യത വേണം. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? രാജ്യത്തെ എങ്ങനെ നയിക്കും? ലോകവേദിയിൽ ഇന്ത്യയെ എങ്ങനെ പ്രതിനിധീകരിക്കും? സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ദേശീയ സുരക്ഷയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിന് ഉത്തരങ്ങളുണ്ടോ? അതോ KC വേണുഗോപാൽ പറയുന്നത് പോലെ എഴുതി വെച്ചോളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? KC വേണുഗോപാൽ, ഞങ്ങൾ എഴുതി വെക്കാം, പക്ഷേ പേനയുടെ മറ്റേ അറ്റത്ത് ഒരു ചോദ്യം കൂടി എഴുതാം. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ട്, പക്ഷേ ആ സ്വപ്നം ജനങ്ങൾക്കുമുണ്ടെന്ന് ഉറപ്പാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതാണ് യഥാർത്ഥ ചോദ്യം. കോൺഗ്രസ് സ്വന്തം പാർട്ടിയെ ന്യായീകരിക്കട്ടെ, അത് അവരുടെ അവകാശമാണ്. രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടട്ടെ, അതും അവരുടെ രാഷ്ട്രീയ അവകാശമാണ്. 2029 അധികാരത്തിലെത്തുമെന്ന് സ്വപ്നം കാണട്ടെ. പക്ഷേ ജനങ്ങൾക്ക് എന്ത് എഴുതി വെക്കണോ എന്നത് ജനങ്ങളുടെ അവകാശമാണ്. ഒരു ചെറിയ അപേക്ഷ മാത്രം, വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയിലും കാണിക്കണം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറയുമ്പോൾ അതിനുള്ള രാഷ്ട്രീയ പക്വതയും നിലവാരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ 2029 ജനങ്ങൾ അവരുടെ വിധി എഴുതുമ്പോൾ ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കേണ്ടത് അതും നിങ്ങളായിരിക്കും. രാഷ്ട്രീയത്തിൽ സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ സ്വപ്നം കണ്ടാൽ മാത്രം പ്രധാനമന്ത്രിയാകില്ല. സ്വപ്നം ജനങ്ങളുടേതാക്കി മാറ്റണം. അതാണ് രാഷ്ട്രീയം, അതാണ് ജനാധിപത്യം. അല്ലാതെ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എഴുതില്ല, ജനങ്ങൾ വോട്ട് ചെയ്യും. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. ഇനി KC വേണുഗോപാൽ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന BJPയെ എല്ലാ മേഖലകളിൽ നിന്നും പുറത്താക്കി അധികാരം നേടുകയാണ് ലക്ഷ്യം. അയ്യോ, BJP ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് തീരുമാനിച്ചത് നിങ്ങൾ മാത്രമാണോ? നിങ്ങൾ തീരുമാനിച്ചു, കോൺഗ്രസ് തീരുമാനിച്ചു. അപ്പോൾ ജനങ്ങളും അതേ തീരുമാനം എടുക്കുമെന്ന് ഉറപ്പിച്ചോ? ജനാധിപത്യത്തിൽ ഒരു പാർട്ടി പറയുന്നത് അവരെ പുറത്താക്കണമെന്ന്, പക്ഷേ അവസാന തീരുമാനം ആരുടേതാണ്? ജനങ്ങളുടേതാണ്. അത് മറക്കരുത്. KC വേണുഗോപാൽ, നിങ്ങൾക്ക് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ മാറ്റിക്കോളൂ, പക്ഷേ അതിനായി ആദ്യം ജനങ്ങളുടെ വിശ്വാസം നേടണം. വെറുതെ ഒരു പാർട്ടി ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ആ പാർട്ടി ഇല്ലാതാകുമോ? അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പൊന്നും വേണ്ടല്ലോ. ഓരോ പാർട്ടിയും രാവിലെ എഴുന്നേറ്റ് പ്രഖ്യാപിച്ചാൽ മതി, ഇന്നു മുതൽ തങ്ങളാണ് അധികാരത്തിൽ. അയ്യോ, എന്തൊരു എളുപ്പമുള്ള ജനാധിപത്യം. പക്ഷേ BJPയെ കുറിച്ചൊരു കാര്യം കോൺഗ്രസ് മറക്കരുത്. അവർക്കൊരു സംഘടനയുണ്ട്, അവർക്കൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്, അവർക്കൊരു ദീർഘകാല രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതിന്റെ മുൻനിരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്. നിങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടാകാം, അദ്ദേഹത്തിന്റെ നയങ്ങളെ വിമർശിക്കാം, അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ എതിരാളിയെ വില കുറച്ച് കാണുന്നത് വേറെ കാര്യമാണ്. BJPയെ പുറത്താക്കുമെന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ജനങ്ങൾ വീണ്ടും വീണ്ടും BJPക്ക് പിന്തുണ നൽകുന്നു എന്ന് കോൺഗ്രസ് സ്വന്തം പാർട്ടിയോട് ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം എതിരാളിയെ കുറ്റപ്പെടുത്തി മാത്രം ഒരു പാർട്ടി വളരില്ല. സ്വന്തം ശക്തി തെളിയിച്ചതാണ് വരേണ്ടത്. മോദിക്ക് ദീർഘവീക്ഷണമുണ്ട്. മോദിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് യോജിക്കാത്തവർക്ക് അതിനെ വിമർശിക്കാം. പക്ഷേ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും, അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വ്യക്തമായി മുന്നോട്ട് വെക്കുന്ന നേതാവാണ്. ഇനി കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് അതാണ്. നിങ്ങളുടെ ദീർഘകാല കാഴ്ചപ്പാട് എന്താണ്? 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക, ശരി. അതിനപ്പുറം 2030, 2035 ഇതിലൊക്കെ എന്ത് ചെയ്യും? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ദീർഘകാല പദ്ധതി? വിദേശ നയത്തിൽ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ദേശീയ സുരക്ഷയിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? വികസനത്തിൽ എന്താണ് നിങ്ങളുടെ മോഡൽ? ഇതൊക്കെ ജനങ്ങളോട് പറയേണ്ടതില്ലേ? അല്ലാതെ 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ KCG.
ഞങ്ങൾ എഴുതി വെക്കാം, പക്ഷേ അതിനൊപ്പം മറ്റൊരു വരിയും എഴുതാം. 2029 ജനങ്ങൾ എന്ത് എഴുതുമെന്ന് കാത്തിരിക്കണം. അതാണ് ജനാധിപത്യം. നിങ്ങൾക്ക് BJP പുറത്താക്കണം, മറ്റു പാർട്ടികൾക്കും അവരവരുടെ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അവസാനം ജനങ്ങളാണ് വിധികർത്താക്കൾ. അതിനാൽ KC വേണുഗോപാൽ BJP ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നുകൂടി ഒന്ന് പറഞ്ഞു തരൂ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. അതിനു പകരം എതിരാളിയെ മാത്രം കുറ്റപ്പെടുത്തി അവരെ പുറത്താക്കും, അവരെ തോൽപ്പിക്കും, അവരെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. കാരണം രാഷ്ട്രീയം വെറും ആരെ തോൽപ്പിക്കണം എന്നതല്ല, ആരാണ് ഭരിക്കേണ്ടത്, എന്തിനാണ് ഭരിക്കേണ്ടത്, എങ്ങനെ ഭരിക്കണം എന്നതാണ് യഥാർത്ഥ ചോദ്യം. അത് ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയട്ടെ. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ KC വേണുഗോപാൽ, നിങ്ങൾക്ക് 2029 ഫലം ഇപ്പോഴേ എഴുതി വെക്കാം, പക്ഷെ ഓർക്കണം, ആ പേപ്പറിൽ ഒപ്പിടുന്നത് KC വേണുഗോപാൽ അല്ല, ഇന്ത്യയിലെ വോട്ടർമാരാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.